കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ധാരാളം തെങ്ങുകളുണ്ട്. ഒരുപാട് തെങ്ങുകൾ നശിച്ചു പോകുന്നു കൊമ്പൻ ചെല്ലിയുടെയും ചെമ്പൻ ചെല്ലിയുടെയും ആക്രമണം കൊണ്ട്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ കാണാം. ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ്, നല്ല വേപ്പിൻ പിണ്ണാക്കാണ്. പിന്നെ രണ്ടാമത് എടുത്തിരിക്കുന്നത് ഉപ്പാണ്, കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. പിന്നെ മൂന്നാമത് എടുത്തേക്കുന്നത് എംസാൻഡ് അല്ലെങ്കിൽ നമുക്ക് ചരൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇത് ആദ്യം നമ്മൾ ഈ ഉപ്പെടുത്ത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വേപ്പിണ്ണാക്ക് കുറച്ച് പൊടിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. കൂടുതൽ കട്ടയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ പൊടിച്ചിടുന്നത് നല്ലതാണ്. നമ്മൾ കംപ്ലീറ്റ് ഉപ്പെടുത്ത് നമ്മളിത് തിരുമ്മി. ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ എംസാൻഡ് ഇതിനകത്തിട്ട് എംസാൻഡ് കുറച്ചെടുത്താൽ മതി കേട്ടോ. എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ എംസാൻഡാണ് കിട്ടണമെങ്കിൽ പൊടി ഉപ്പാണേലും കുഴപ്പമില്ല. നമ്മൾ മണലാണ് ചേർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കല്ലുപ്പ് തന്നെ ചേർക്കണം. ഇതിപ്പോ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് തെങ്ങിന്റെ മുകളിൽ നിന്ന് തൊട്ട് താഴോട്ടുള്ള 6 കവളയിലായിട്ട് ഇത് നിക്ഷേപിക്കണം. നമ്മളൊരു 2 മാസം കൂടുമ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊമ്പൻ ചെല്ലിയുടെയും ചെമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിൽ നിന്നും പൂർണ്ണമായിട്ടും നമുക്ക് തെങ്ങിനെ സംരക്ഷിക്കാൻ കഴിയും. അപ്പൊ നമുക്കിതിന്റെ അണ്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അതായത് തെങ്ങിന്റെ അണ്ട എപ്പോഴും ക്ലീൻ ആയിരിക്കണം. തെങ്ങിന്റെ അണ്ട ക്ലീൻ ആവാത്തത് കൊണ്ടാണ് തെങ്ങിന്റെ ചപ്പും ചവറുകളൊക്കെ ഉള്ളിൽ വീണിട്ട് അത് അണുക്കളായിട്ട് മാറി അങ്ങനെ പല പല കേടുകളും രോഗങ്ങളൊക്കെ തെങ്ങിനുണ്ടാകുന്നത്. നമ്മൾ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ തെങ്ങിനെ വന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം തേങ്ങ ഇടാൻ കയറുമ്പോഴാണ് സാധാരണ ഇതിനു മുന്നേ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് തേങ്ങ കാര്യമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും നമുക്ക് കഴിയുന്നത്ര ഇപ്പോൾ പൊക്കം കുറഞ്ഞ തെങ്ങിനെ ആണെങ്കിലൊക്കെ നമ്മൾ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ പിന്നെ അതിന്റെ ഓലയും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ തെങ്ങിന്റെ ഓല വെട്ടുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ തെങ്ങിന്റെ തടിയുടെ തൊട്ടടുത്ത് വെച്ച് വെട്ടരുത്. നീളം കൂട്ടി തന്നെ വെട്ടണം. കഴിയുന്ന 1 മീറ്റർ നീളത്തിൽ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ വെട്ടിക്കഴിഞ്ഞ ഇതിന്റെ പിന്നെ മടലിന്റെ അറ്റഭാഗത്ത് ഒരു മധുരമുണ്ട്. അപ്പൊ ഇത് മധുരം കഴിക്കാനായിട്ട് പിന്നെ ചെമ്പൻ ചില്ലിയും കൊമ്പൻ ചില്ലിയൊക്കെ വരും. അത് കഴിച്ചിട്ട് തെങ്ങിനെ ആക്രമിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഓല വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തെങ്ങിനെ വന്ന് ആക്രമിച്ചതാണ് ചെല്ലി. അപ്പൊ ഇത് നമ്മൾ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് ഇത് മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നന്നായിട്ട് നരാരോഗ്യത്തോടെയാണ് തെങ്ങ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വേപ്പിൻ പിണ്ണാക്കും ഉപ്പും എംസാനും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നമുക്ക് തെങ്ങിന്റെ മുകളിലുള്ള 6 കവളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്കിത് ഇങ്ങനെ എടുത്ത് ഓരോ കവളിലും ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടുള്ള 6 കവളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ഇതിന്റെ മുകളെല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതേമാതിരി തന്നെ താഴെ കളയാതെ കുറേശ്ശെ അതിന്റെ കവളിലാണ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മളിത് മിക്സ് ചെയ്യാൻ എടുക്കുമ്പോൾ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ ഉപ്പ്, 1 കിലോ എംസാൻഡ്. ഇപ്പൊ നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പിന്നെ മണൽ വേണമെങ്കിലും ചേർക്കാം. മണലും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് ചേർക്കാം. അല്ല പൊടി ഉപ്പാണ് ചേർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എംസാൻഡ് തന്നെ ചേർക്കണം. ഇതുപോലെ നമ്മളൊരു 2 മാസം കൂടുമ്പോഴൊക്കെ ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പിന്നെ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും ഒന്നും വരില്ല. നമുക്ക് നല്ല ഈൽഡും കിട്ടും. അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇത് കഴിവതും പൊക്കം കുറഞ്ഞ തെങ്ങുകളാണെങ്കിൽ നമുക്ക് തനിയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. പൊക്കം കൂടിയ തെങ്ങിലല്ലേ വേറെ പണിക്കാരെ വിളിക്കേണ്ടി വരത്തുള്ളൂ. അപ്പൊ മാക്സിമം നമ്മൾ
ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചെയ്യുക. ഇത് സാധാരണ ചെയ്യുന്നത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പാറ്റ ഗുളികയാണ്. കണ്ട, ഇത് സാധാരണ മാർക്കറ്റിൽ നിന്ന് ഒരു 10-12 എണ്ണമൊക്കെ ഒരു 25-30 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇത് നമ്മൾ എടുത്തിട്ട് മുകളിൽ നിന്നുള്ള താഴോട്ട് 6 കവളിനായിട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ ഇത് 2 മാസം കൂടുമ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 6 മാസം വരെയൊക്കെ ഇതിന്റെ ഗ്യാരണ്ടി നിൽക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് കൊമ്പൻ ചെല്ലിയിൽ നിന്നും ചെമ്പൻ ചെല്ലിയിൽ നിന്നും മറ്റ് കീടങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടും. ഇനി നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാർ സോപ്പാണ്. അപ്പൊ നേരത്തെയൊക്കെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ബാർ സോപ്പ്. ഇപ്പോഴും കടകളിൽ കിട്ടും. അത് ഒരു 20-25 ഗ്രാം എന്ന കണക്കിന് ഒരു 6 കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അത് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു 6 കവളിലായിട്ട് നിക്ഷേപിക്കുക. ഇതും ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. വർഷത്തിൽ ഉടനീളം ഇവയുടെ ആക്രമണം ഉണ്ടാകുമെങ്കിലും ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് രൂക്ഷമാവുക. ചാണകക്കുഴികൾ പുരയിടത്തിൽ ഉണ്ടെങ്കിൽ 10 ml മണ്ണെണ്ണ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ വിശേഷമായി വരുമ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.